ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായ മോഹൻലാൽ എന്ന് വിളിക്കുന്ന ലാലേട്ടൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു പുതിയ പൊൻതൂവൽ കൂടി കിട്ടിയിരിക്കുന്ന ഒരു വിഷയമാണെന്നിവിടെ ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. അത് എന്ന് പറയുന്നത് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് പരമോന്നത ബഹുമതിയായ ദാദേ സാഹേബ് ഫാൽക്കെ അവാർഡ് നമ്മുടെ മോഹൻലാലിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. ദാദേ സാഹേബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഉന്നതരായ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരുപാട് കഴിവുള്ള ആളുകൾക്ക് ഏർപ്പെടുത്തുന്ന ഒരു അവാർഡാണ് ഈ അവാർഡ് എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് ദാദേ സാഹേബ് ഫാൽക്കെ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ഒരുപാട് സംഭാവനകളുടെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡാണ് ഈ ദാദേ സാഹേബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. അത് 1969 കാലഘട്ടത്തിൽ ആരംഭിച്ച് പല ആളുകൾക്കും അത് ലഭിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് കേരളത്തിൽ നിന്ന് 2004 പ്രസിദ്ധ സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പ്രിയപ്പെട്ട നമ്മുടെ ലാലേട്ടൻ്റെ അഭിനയ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 1991 1999 അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയും അതിനുശേഷം 2001 പത്മശ്രീ അവാർഡും അതിനുശേഷം 2019 പത്മവിഭൂഷൺ അവാർഡും ലഭിക്കുകയുണ്ടായി. അങ്ങനെ അഭിനയ ജീവിതത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന അഭിനയ ചക്രവർത്തിയുടെ ജീവിതം അഭിനയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ചെറിയ റോളുകളിലൂടെയാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ ആ സിനിമയിൽ ഒരു ചെറിയ വേഷത്തിലൂടെ ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സിനിമാ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. ആ സിനിമയിൽ മഹാനായ നടൻ ശങ്കർ എന്ന് പറയുന്ന ആളാണ്. ശങ്കറാണ് അതിലത്തെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അങ്ങനെ ലാലേട്ടൻ്റെ അഭിനയ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് ശേഷം ചെറിയ വില്ലൻ വേഷങ്ങളിലൂടെ മുന്നോട്ട് പോയി അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ കഴിവ് കൊണ്ട് പിന്നെ നായക പദവിയിലെത്തുകയും അവിടെ നിന്ന് അങ്ങോട്ട് നായക കഥാപാത്രങ്ങൾ മാത്രമുള്ള സിനിമ അഭിനയിക്കുകയും ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആദ്യ സിനിമയിൽ ശങ്കർ നായകനായ സിനിമയിൽ ചെറിയ വേഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് മോഹൻലാൽ വന്നപ്പോൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ മോഹൻലാൽ നായകനാകുകയും ശങ്കർ അദ്ദേഹത്തിൻ്റെ സഹനടനായിട്ട് അഭിനയിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയി. അങ്ങനെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു നടൻ സൂപ്പർ സ്റ്റാറായി തീർന്നത്? നമുക്കറിയാം, മലയാള സിനിമയിൽ തന്നെ ആദ്യ സിനിമയിലൂടെ നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വന്ന ഒരുപാട് നടന്മാരുണ്ട്. രാമു എന്ന് പറയുന്ന നടൻ, ഭീമൻ രഘു, രതീഷ്, അങ്ങനെ ഒരുപാട് പേർ ക്യാപ്റ്റൻ രാജു, ഒരുപാട്
പേർ നായക കഥാപാത്രത്തെ അഭിനയിച്ചുകൊണ്ടാണ് സിനിമ ഫീൽഡിലേക്ക് വന്നത്. അങ്ങനെ ഒരുപാട് പേർ നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് സിനിമയിൽ വന്നെങ്കിലും അവരൊക്കെ സിനിമ ഫീൽഡിൽ നിന്ന് അപ്രത്യക്ഷതമായി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയായാലും സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, ഏത് വ്യക്തിയായാലും മുഖത്ത് വരുന്ന ഭാവങ്ങൾക്കനുസൃതമായി അവർക്ക് നല്ല ശബ്ദമുണ്ടാകണം. നിരാശയായാലും ദേഷ്യമായാലും തമാശയായാലും മറ്റെന്ത് വികാരങ്ങളായാലും തന്നെ അവർക്ക് അഭിനയിക്കുമ്പോൾ ആ ഭാവത്തിനനുസരിച്ച് നല്ല ശബ്ദമുണ്ടെങ്കിൽ മാത്രമാണ് അവർ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ലാലേട്ടനുള്ളത് കൊണ്ടാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ അനായാസേനയുള്ള ആ ഒരു അഭിനയശൈലി, അതിനനുസരിച്ച് ഉള്ള ശബ്ദം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നായക പദവിയിൽ എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ കഴിവുള്ളവരാണ് മമ്മൂട്ടി, പിന്നെ സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിങ്ങനെയുള്ള നായക പദവിയിലെത്തിയവർ. ഇവരൊക്കെ തന്നെ ചെറിയ ചെറിയ റോളുകളിലൂടെ സിനിമാ രംഗത്ത് വന്നതാണ്. അതിൽ ജയറാം മാത്രമാണ് ആദ്യ പടത്തിൽ തന്നെ അപരൻ എന്ന സിനിമയിൽ നായകനായിട്ട് സിനിമയിൽ വന്നത്. അങ്ങനെ അഭിനയവും ശബ്ദവും ഒരുമിച്ചുള്ള ആ ഭാവവ്യത്യാസങ്ങൾ അടങ്ങിയിട്ടുള്ള ഓരോ നടന്മാരും നായകന്മാരായി തീരുകയും അവരുടെ പദവി എന്തെങ്കിലും നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് എന്നേക്കുമായി സിനിമാ ലോകത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടുള്ളതാണ്. അവർ വീണ്ടും വീണ്ടും മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും നല്ല മുതൽക്കൂട്ടാകട്ടെ എന്ന് നമുക്കോരോരുത്തരും ആഗ്രഹിക്കാം. പ്രിയപ്പെട്ട മോഹൻലാൽ എന്ന് പറയുന്ന ലാലേട്ടനും അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം മുന്നോട്ട് പോകട്ടെ. അദ്ദേഹം ഇനിയും അവാർഡുകൾ വാങ്ങിക്കൂട്ടട്ടെ. അദ്ദേഹത്തെ അഭിനയ ജീവിതം ഇനിയും നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.